മലയാളം സർവകലാശാലയുടെ സ്ഥിരം ക്യാമ്പസിനായി മലപ്പുറം തിരൂരിൽ സ്ഥലം ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് സ്വീകരിച്ച നടപടികളിൽ ദുരൂഹതയും ക്രമക്കേടും 29 കോടി മുടക്കി 17.2 ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ അസാധാരണ തിടുക്കവും സുതാര്യതയില്ലായ്മയും പ്രകടമാണ്. ഭൂമിക്ക് വില നിശ്ചയിച്ച മലപ്പുറം ജില്ലാ പർച്ചേസ് കമ്മിറ്റി തീരുമാനങ്ങളെടുത്തത് റോക്കറ്റ് വേഗത്തിലാണ്. വെട്ടം വില്ലേജിലെ പരിയാപുരത്ത് 9 പേരുടെ കൈവശത്തിലുള്ള 17.2 ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്ന് ശുപാർശ ചെയ്തത് സർവകലാശാലയാണ്. ഭൂമി വിൽക്കാൻ ഉടമകൾ വാക്കാൽ സന്നദ്ധത അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചതെന്നാണ് വിവരാവകാശ ചോദ്യത്തിന് സർവകലാശാല നൽകിയ മറുപടി. ഏറ്റെടുക്കാൻ നിശ്ചയിച്ച ഭൂമിക്ക് വില നിർണ്ണയിക്കാൻ ഉടമകളെ പർച്ചേസ് കമ്മിറ്റി യോഗത്തിലേക്ക് ക്ഷണിച്ച് തിരൂർ സ്പെഷ്യൽ തഹസിൽദാർ അയച്ച നോട്ടീസാണിത്. ഭൂമിയുടെ അവകാശികളായ 9 പേർക്ക് 2016 ഫെബ്രുവരി 16 ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നാൽ യോഗം നടക്കുന്നതാകട്ടെ തൊട്ടടുത്ത ദിവസമായ ഫെബ്രുവരി 17. 9 ഉടമകൾക്ക് അയച്ച നോട്ടീസ് എല്ലാവർക്കും വേണ്ടി ജംഷീദ് റഫീഖ് എന്നയാൾ കൈപ്പറ്റിയതിന്റെ രേഖയാണിത്. ലാൻഡ് പർച്ചേസ് കമ്മിറ്റി ഒറ്റ സിറ്റിംഗിൽ സെന്റിന് 1,70,000 രൂപ വെച്ച് 29 കോടി 25 ലക്ഷം രൂപ വിലയായി നിശ്ചയിക്കുകയും ചെയ്തു. ലാൻഡ് പർച്ചേസ് കമ്മിറ്റി ചേരാൻ തീരുമാനിക്കുന്നു, ഉടമകൾക്ക് കത്തയക്കുന്നു, ഉടമകൾ അത് കൈപ്പറ്റുന്നു, യോഗം ചേരുന്നു, ഒറ്റയിരിപ്പിൽ ഭൂമിക്ക് വില നിശ്ചയിക്കുന്നു. എല്ലാം 24 മണിക്കൂറിൽ പൂർത്തിയായി. മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് പിറകിൽ ഭൂമാഫിയ പ്രവർത്തിച്ചോ എന്ന സംശയമാണ് ഉയരുന്നത്. മലപ്പുറത്ത് നിന്നും ക്യാമറ പേഴ്സൺ വിബി തടത്തിലിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1.